പുരാതന ശിലാനഗരമായ ഹംപിയിലൂടെയുള്ള എൻ്റെ യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 9 മണിയോടുകൂടി ഹംപിയിലെത്തിയ ഞാൻ ഹംപി ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിൽ മുറിയെടുത്തു. ഹംപിയിൽ ചെറുതും വലുതുമായി ധാരാളം ഹോം സ്റ്റേകളുണ്ട്. 1000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഞാൻ നൽകിയത്. യാത്രാക്ഷീണമുള്ളതുകൊണ്ട് വിലപേശാനോ വിലക്കുറവുള്ള മുറി അന്വേഷിച്ച് പോകുവാനോ ഞാൻ ശ്രമിച്ചില്ല. AC ഉൾപ്പെടെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളുണ്ടെങ്കിലും വില പേശിയാൽ ഒരു പക്ഷേ 750 രൂപയ്ക്ക് വരെ ഈ മുറി കിട്ടുമായിരിക്കാം. 26 ചതുരശ്ര കിലോമീറ്റർ അധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 1600ഓളം സ്മാരകങ്ങളുള്ള ഒരു തുറന്ന മ്യൂസിയമായ ഹംപിയിലെ സ്മാരകങ്ങൾ മുഴുവൻ കാണണമെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണം. അതുകൊണ്ട് സന്ദർശകരുടെ സൗകര്യത്തിന് വേണ്ടി ഹംപിയിലെ സ്മാരകങ്ങളെ 5 റൂട്ടുകളിലാക്കി തിരിച്ചിരിക്കുന്നു. അതിലെ 3ാമത്തെ റൂട്ടായ റോയൽ സെൻറ്ററിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. റോയൽ സെൻറ്ററിൽ പ്രധാനമായും കാണേണ്ട സ്മാരകങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഹംപിയിലെ സ്മാരകങ്ങൾ കാണുന്നതിനായി ഇറങ്ങി. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഹംപി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. വേനൽക്കാലം ഏപ്രിൽ മുതലാണെങ്കിലും മാർച്ച് പകുതിയായപ്പോഴേക്കും തന്നെ ഇവിടെ നല്ല ചൂടുണ്ട്. ടൂറിസ്റ്റുകൾക്കായി ധാരാളം കാർ, ഓട്ടോ സർവീസുകളുണ്ടെങ്കിലും നടന്നോ സൈക്കിളിലോ സ്കൂട്ടറിലോ പോകുന്നതാണ് ഹംപി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല യാത്രാമാർഗം. ഹംപിയിൽ സൈക്കിളും സ്കൂട്ടറും വാടകയ്ക്ക് കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിൽ റോയ് എന്ന പേരുള്ള ആളിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് സ്മാരകം കാണുന്നതിനായി റോയൽ സെൻറ്ററിലേക്ക് യാത്രയായി. അതിലെ ആദ്യത്തെ സ്മാരകവും ഹംപി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയുള്ള അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. 200 രൂപയാണ് സൈക്കിൾ വാടക. വൈകിട്ട് 6 മണിക്ക് സൈക്കിൾ തിരികെ നൽകണം. സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് രേഖകളോ അഡ്വാൻസോ ഒന്നും തന്നെ അവർ വാങ്ങിച്ചില്ല. 14ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ദക്ഷിണ ഭാരതത്തിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യം അഥവാ കർണാടക രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വിജയനഗരത്തിൻ്റെ അവിഭാജ്യ ഭാഗമായിരുന്നു ഹംപി നഗരം. ഇപ്പോൾ റോഡിൻ്റെ വലതുവശത്ത് കാണുന്നതാണ് ഹംപി ശ്രീകൃഷ്ണ ക്ഷേത്രം. ചെറുത്തുനിൽപ്പിൻ്റെയും മികച്ച വാസ്തുവിദ്യയുടെയും ചരിത്രമുറങ്ങുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഇതിഹാസം 1336 ഹരിഹര ഒന്നാമനിലൂടെ തുടങ്ങി നീണ്ട 310 വർഷങ്ങൾ സംഗമ, സലുവ, തുളുവ, അരവിഡു എന്നീ രാജവംശങ്ങളിലൂടെ കടന്ന് 1646 ശ്രീരംഗം മൂന്നാമൻ്റെ ഭരണകാലത്ത് അവസാനിച്ചു. വിജയനഗരവുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നതോടൊപ്പം പരസ്പരം പോരാടിച്ചിരുന്ന ഡക്കാൻ സുൽത്താൻമാർ ഒടുവിൽ ഒന്നിക്കുകയും ഹംപിയുടെ വടക്കുള്ള തലരിക്കോട്ടയിൽ നടന്ന യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി സാമ്രാജ്യം പിടിച്ചെടുത്തു. ഇപ്പോൾ റോഡിന്റെ വലതുവശത്ത് കാണുന്നതാണ് ശ്രീ ചണ്ഡികേശ്വര ക്ഷേത്രം. യുദ്ധത്തിൽ ജയിച്ച ഡക്കാൻ സുൽത്താൻമാർ മാസങ്ങളോളം വിജയനഗരത്തിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. രാജാവും നഷ്ടപ്പെട്ട ജനങ്ങൾ പല നാടുകളിലേക്ക് ചിതറിയോടിയപ്പോൾ ഹംപി ഒരു പ്രേതനഗരമായി മാറി. പിന്നീട് നൂറ്റാണ്ടുകളോളം ഹംപി അവഗണിക്കപ്പെട്ട സ്ഥലമായി തുടർന്നു. 1.5 ദശലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടായിരുന്ന അന്നത്തെ ലോകത്തിലെ 2ാമത്തെ വലിയ നഗരം പതുക്കെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു കാടായി മാറി. ഹംപിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം അഥവാ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സൗജന്യമായി ഇവിടേക്ക് പ്രവേശിക്കാം. ആയിരത്തി 1980കളിൽ ക്ഷേത്രം കണ്ടെത്തുന്നതുവരെ 400 വർഷത്തോളം ഈ ക്ഷേത്രം മണ്ണിനടിയിലായിരുന്നു. ശിവന്റെ അവതാരമായ പ്രസന്ന വിരൂപാക്ഷന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തറനിരപ്പിൽ നിന്നും താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇക്കാരണത്താൽ മിക്കവാറും എല്ലാ സമയത്തും ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ കാതലായ ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കും. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും വെള്ളം പോകുന്നതിനായി ഒരു ചാല് കാണാവുന്നതാണ്. ഇപ്പോഴും വെള്ളമുള്ളതിനാൽ ശ്രീകോവിലിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. തീർത്തും വിജയനഗര ശൈലിയിലുള്ള വാസ്തുവിദ്യ പിന്തുടർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം മണ്ഡപങ്ങളുണ്ട്. ഹംപിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന കൊത്തുപണികളുള്ള തൂണുകളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിലെ തൂണുകൾ കാഴ്ചയിൽ ലളിതവും കാഠിന്യമുള്ളതുമാണ്. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രഭുക്കന്മാരുടെ താമസ സ്ഥലങ്ങളുടെ സാമീപ്യം രാജകുടുംബത്തിലെ അംഗങ്ങൾ അവരുടെ സ്വകാര്യ ചടങ്ങുകൾക്കും മറ്റും ഈ ക്ഷേത്രം ഉപയോഗിച്ചിരിക്കാമെന്ന് അനുമാനിക്കുന്നു. ഈ കാണുന്നതാണ് നോബിൾമെൻസ് ക്വാർട്ടേഴ്സ്. വിജയനഗര പ്രഭുക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ഇവിടെ താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അണ്ടർഗ്രൗണ്ട് ശിവക്ഷേത്രം കണ്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഈ സൈൻ പോസ്റ്റിന്റെ പുറകിൽ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കെട്ടിടമാണ് മുഹമ്മദിൻ വാച്ച് ടവർ. അതിനോട് ചേർന്ന് കാണുന്ന ഈ മതിൽക്കെട്ടും അതിനകത്തുള്ള പ്രദേശവും ധനായിക്സ് എൻക്ലോഷർ അഥവാ ധനായക എൻക്ലോഷർ എന്നറിയപ്പെടുന്നു. ഹംപിയിലെ ഏറ്റവും അവ്യക്തമായ സ്ഥലങ്ങളിലൊന്നായ ധനായിക്സ് എൻക്ലോഷർ വ്യവസ്ഥാപിതമായി വിഭജിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. പ്രവേശന കവാടത്തിനപ്പുറം മോട്ടോർ വാഹനങ്ങൾ അനുവദീയമല്ല. എന്നിരുന്നാലും നിങ്ങളുടെ സൈക്കിളും മൊപ്പഡുകളും ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഈ പ്രദേശത്തിന്റെ പഴയ അവസ്ഥയെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ നാണയങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു മിന്റ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നുവെന്ന് ഒരു വിഭാഗം വിദഗ്ധർ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം മിന്റ് ഏരിയ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ നഗരത്തിലെ ഭരണപരവും ഉന്നത ഉദ്യോഗസ്ഥരുമായ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇതെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. ധനായിക് എന്ന പദം നഗരത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ മേയറെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. ചുറ്റുമതിലിലെ ധനായിക്കിന്റെ ഇരിപ്പിടം ഒരു തെളിവായി ഈ വാദത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പുരാവസ്തു ഗവേഷക സംഘം വിശ്വസിക്കുന്നത് ഈ പ്രദേശം ഉന്നത സൈനികരുടെ സൈനിക പരിശീലന മേഖലയായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്തുതന്നെയായാലും ഈ പ്രദേശം വിജയനഗര തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ധനായിക് എൻക്ലോഷറിന്റെ ഉള്ളിലെ 2 നിലകളുള്ള ഷഡ്ഭുജ ആകൃതിയിലുള്ള മറ്റൊരു പ്രധാന കെട്ടിടമാണ് ബാൻഡ് ടവർ അഥവാ ഡെക്കറേറ്റഡ് വാച്ച് ടവർ. ഹംപിയിലെ മറ്റൊരു നിഗൂഢമായ കെട്ടിടമാണ് ദി മോസ്ക് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം. വടക്ക് ദർശനമുള്ള ഒന്നിലധികം കമാനങ്ങളുള്ള ഈ കെട്ടിടം ഒരു വലിയ വേദി പോലെ കാണപ്പെടുന്നു. പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്ന ചുവരുകളിൽ ഹിന്ദു രൂപങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊരു മോസ്ക് ആയിരുന്നില്ലെന്നും ഇതൊരു ഹൈബ്രിഡ് ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് കെട്ടിടത്തിന്റെ പേരും കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ദേശവും സംബന്ധിച്ച് പുരാവസ്തു ഗവേഷകർക്ക് വ്യക്തത വരാത്തതുകൊണ്ട് ഇപ്പോഴും ഈ കെട്ടിടത്തെ മോസ്ക് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ധനായിക്സ് എൻക്ലോഷറിന്റെ ഉള്ളിലെ വീര ഹരിഹര കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്.
ഇവിടെ എല്ലായിടത്തും സന്ദർശകർക്ക് ഇരിക്കുവാൻ ധാരാളം ഇരിപ്പിടങ്ങളുണ്ട്. ധനാക്സ് എൻക്ലോഷറിന്റെ ഉള്ളിലെ സ്മാരകങ്ങൾ കണ്ടതിന് ശേഷം ഹസാര രാമക്ഷേത്രം കാണുന്നതിനായി ക്ഷേത്ര പരിസരത്തെത്തി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സൗജന്യമായി ഇവിടേക്ക് പ്രവേശിക്കാം. ഹംപിയിലെ റോയൽ സെന്ററിന്റെ മധ്യഭാഗത്തായിട്ടാണ് ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ചെറുതെങ്കിലും വളരെ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്തെ ദസറ ഉത്സവ റാലിയിൽ പങ്കെടുത്ത കുതിരകൾ, ആനകൾ, പരിചാരകർ, പട്ടാളക്കാർ, നർത്തകികൾ എന്നിവരുടെ ഘോഷയാത്രകൾ ചുറ്റുമതിലിന്റെ പുറം ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പതിനഞ്ചാം നൂറ്റാണ്ട് തുടക്കത്തിൽ വിജയനഗര രാജാവായ ദേവരായ രണ്ടാമൻ ഒരു ശ്രീകോവിൽ, തൂണുകളുള്ള ഹാൾ, ഒരു അർദ്ധമണ്ഡപം എന്നിവ അടങ്ങുന്ന ലളിതമായൊരു ഘടനയായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിജയനഗര രാജാക്കന്മാരുടെ സ്വകാര്യ ക്ഷേത്രമായിരുന്ന ഈ ക്ഷേത്രത്തിലെ ചുവരുകളിൽ ഹിന്ദു പുരാണമായ രാമായണ കഥ നീണ്ട നിരകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. ചുവരുകളിലെ ഈ രാമായണ പാനലുകളുടെ ബാഹുല്യം കൊണ്ടാകാം ഈ ക്ഷേത്രത്തിന് ഹസാര അഥവാ 1000 രാമക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ കൊത്തുപണികളാൽ അലങ്കൃതമായ ധാരാളം കൽത്തൂണുകളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ 3 ദ്വാരങ്ങളോട് കൂടിയ ഒരു ഒഴിഞ്ഞ പീഠം ഒരിക്കൽ ഇവിടെ രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നതായി സൂചിപ്പിക്കുന്നു. ഇത് ഹസാര രാമ ക്ഷേത്രത്തിന് മുൻവശത്തായുള്ള പാൻ സുപ്പാരി ബസാർ എന്നറിയപ്പെടുന്ന ഒരു രാജകീയ തെരുവിന്റെ അവശിഷ്ടങ്ങളാണ്. ഹംപിയിലെ സ്മാരകങ്ങളോടെയുള്ള എൻ്റെ യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.